ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി വിൽ ഈസ് ഡിസിപ്ലിൻഡ്. അപ്പം നല്ലൊരു ടീം പ്ലെയർ ആവാൻ നിങ്ങൾക്ക് അടുത്ത വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക, അച്ചടക്കമുള്ളവരാവുക എന്നുള്ളത്. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗോൾസിൻ്റെയും അക്കംപ്ലിഷ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഡിസിപ്ലിൻ. ഇപ്പോൾ നമുക്ക് പലപ്പോഴും പല ആഗ്രഹങ്ങളും ഉണ്ടാവും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം. പക്ഷേ ഇതെല്ലാം ആക്ഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമുക്ക് ടാലൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. ടാലൻസിൻ്റെ കൂടെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും സക്സസ് ആവാനും ഒക്കെ വേണ്ടി സാധിക്കും. അപ്പം നന്നായിട്ട് നല്ല ഡിസിപ്ലിൻഡ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തിങ്കിങ്. ഫോക്കസ് ഓൺ യുവർ പ്രയോറിറ്റീസ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഒരു ലൈഫിലോ അല്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ പ്രോഗ്രസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. 2, ഇമോഷൻസ്. ഒരിക്കലും ഇമോഷൻസിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യരുത്, ഡിസിഷൻസ് എടുക്കരുത്. എപ്പോഴും ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് മാത്രം ഡിസിഷൻസ് എടുക്കുക. 3, ആക്ഷൻസ്. ഇപ്പം നമുക്ക് മടി ഉണ്ടാവും, ദേഷ്യം വരും, അല്ലെങ്കിൽ നിരുത്സാഹത ഉണ്ടാവും, പേടി ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോളുകൾ, അതുപോലെ തന്നെ നല്ല നല്ല ഹാബിറ്റുകൾ, നമ്മുടെ ഡെയിലി ഹാബിറ്റുകൾ, അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റുകൾ ഒക്കെ നല്ല ഡിസിപ്ലിൻഡ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീം പ്ലെയർ ആവുക. ആൻഡ് ഗ്രോ വിത്ത് സീഡ്സ്, ഡു ഫോളോ.